only camera. Sir. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. സിനോജ്, എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ ഏറെ ദുഃഖിതനായിരുന്നു. ഏറെ വൈകാരികമായ പോസ്റ്റും മമ്മൂട്ടി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ എം ടിയുടെ വീട് സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. ആര്യ, അല്പസമയം മുൻപാണ് മമ്മൂട്ടി എം ഡിയുടെ വീട്ടിലെത്തിയിരിക്കുന്നത്. എം ഡിയുടെ ഭാര്യയുമായും മകളുമായും സംസാരിക്കും. അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടിക്കൊപ്പം രമേഷ് പിഷാരടിയും ഉണ്ട്. ഇരുവരും ഒരുമിച്ച് ഒരു വാഹനത്തിലാണ് വന്നിരിക്കുന്നത്. ഇരുവരും അകത്തോട്ട് കയറിയിട്ടുണ്ട്. എം ഡി മരിച്ച സമയത്ത് മമ്മൂട്ടിക്ക് നേരിട്ട് ഇവിടെ എത്താൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം മമ്മൂട്ടി വളരെ വൈകാരികമായ പോസ്റ്റും പങ്കുവച്ചിരുന്നു. തൻ്റെ മകന് തുല്യം എന്ന് തന്നെയാണ് മമ്മൂട്ടി എന്ന് പങ്കുവച്ചിരുന്നത്. സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, മമ്മൂട്ടിക്കൊപ്പം ആരൊക്കെയുണ്ട്? രമേശ് പിഷാരടി മാത്രമാണോ കൂടെയുള്ളത്? മറ്റ് ആരെങ്കിലും ഉണ്ടോ ഒപ്പം? സിനോജ് തോമസ് ഉണ്ട് വിവരങ്ങളുമായി. സിനോജ്, മമ്മൂട്ടിക്കൊപ്പം രമേശ് പിഷാരടി മാത്രമാണോ ഉള്ളത്? രമേഷ് പിഷാരടിയും മമ്മൂട്ടിക്കൊപ്പമുണ്ട്. ഇരുവരും ഇപ്പോൾ വീടിനകത്ത് എം ഡിയുടെ മകളുമായി സംസാരിക്കുന്നു, ഭാര്യയുമായി സംസാരിക്കുന്നു, കുടുംബാംഗങ്ങളെ കാണുകയാണ്. പലവട്ടം എം ഡി ഉള്ള സമയത്തും മമ്മൂട്ടി വന്നിട്ടുണ്ട്. അദ്ദേഹവുമായി നേരിട്ട് ഇടപഴകിയ ആളാണ് അശ്വതി, അതായത് എം ഡിയുടെ മകൾ. ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മമ്മൂട്ടി കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു, ഇടയ്ക്ക് വഴക്ക് പറയാറുണ്ടായിരുന്നൊക്കെ തന്നെ അശ്വതി ഇതിനു മുൻപ് അഭിമുഖങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത്രയും കുടുംബ ബന്ധമുള്ള കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ് മമ്മൂട്ടി ഉണ്ടായിരുന്നത്. അത്ര അടുപ്പമുണ്ടായിരുന്നു എം ഡിയുമായിട്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ വളർച്ചയിൽ എം ഡി വളരെ നിർണായക സ്വാധീനം ചെലുത്തിയ ആളാണ്. ഓരോ കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടി അതായത് എം ഡിയുടെ കഥകൾ ഉപകാരപ്പെട്ടതാണ്. മമ്മൂട്ടി ഉണ്ടായിരുന്നു. അപർണ, എം ഡിക്ക് എത്രമാത്രം വൈകാരികമായ അടുപ്പമാണ് മമ്മൂട്ടിയോടും, തിരിച്ച് മമ്മൂട്ടിക്ക് എം ഡിയോടും ഒരു പിതൃതുല്യ സ്ഥാനത്ത് മമ്മൂട്ടി കണ്ടിരുന്നുവല്ലേ എം ടിയെ? സിത്താര എന്ന വീട്ടിലേക്ക് മമ്മൂട്ടി എത്തിയത്. മരണം നടന്ന സമയത്തൊന്നും മമ്മൂട്ടിക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം വിദേശത്ത് സിനിമാ ചിത്രീകരണത്തിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇന്നലെ നാട്ടിലെത്തിയതിനു ശേഷം ഇന്ന് ആദ്യം തന്നെ എം ടിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. എം ടിയുടെ ഭാര്യ സരസ്വതി ടീച്ചറും അശ്വതിയുമാണ് ആ വീട്ടിലുള്ളത്. എം ടിക്ക് മകനോടെന്നപോലുള്ള വാത്സല്യം അതാണ് മമ്മൂട്ടിയോടുണ്ടായിരുന്നത്. അത് പല ഘട്ടങ്ങളിലായി ഇരുവരും അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പിറന്നാൾ ദിവസം കൊച്ചിയിൽ നടന്നൊരു പരിപാടിയിൽ മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന എം ടിയുടെ ചിത്രം, അതാണ് മലയാളികൾ ഏറ്റവും അവസാനം ഇരുവരും ഒരുമിച്ചുള്ളൊരു ദൃശ്യമായി കണ്ടിട്ടുള്ളത്. മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങൾ അത് പിറന്നത് എം ടിയുടെ തൂലികയിലൂടെയാണ് എന്നുള്ളത് തന്നെയാണ് ആ വൈകാരിക ബന്ധത്തിൻ്റെ തുടക്കം. എം ടി പറഞ്ഞത്, ഞാൻ ഒരിക്കലും മമ്മൂട്ടിയെ തേടി പോവുകയായിരുന്നില്ല. കഥാപാത്രങ്ങളെ നിർമ്മിച്ചതിന് ശേഷം അതെല്ലാം മമ്മൂട്ടിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എന്നുള്ളൊരു വിശദീകരണം കൂടി എം ടി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എം ടി എന്നിലെ കലാകാരനെ കണ്ടെത്തിയതാണ് എന്നുള്ളൊരു വിശദീകരണം അത് മമ്മൂട്ടിയും നൽകിയിട്ടുണ്ട്. കാരണം ഈ സംഭാഷണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകേണ്ടത് ഇരുവരും തമ്മിലുള്ള അതിവൈകാരികമായ ബന്ധം അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എം ടിയുടെ വിയോഗ സമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിവൈകാരികമായ സന്ദർഭങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കുറിപ്പ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിലെത്തുമ്പോൾ കോഴിക്കോട്ടെ വീട്ടിലേക്ക് എത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിൽ സിത്താരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിക്കൊപ്പം രമേശ് പിഷാരടി
കൂടെയുണ്ട്. അതുപോലെ തന്നെ എം ടിയുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും അവിടെ തന്നെയുണ്ട്. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം എത്തിയത് കൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടമോ ബഹളമോ ഒന്നുമില്ല എങ്കിലും മമ്മൂട്ടി അവിടെ എത്തിയിട്ടുണ്ട്. കുടുംബത്തെ മകൾ അശ്വതി, എം ഡിയുടെ വീട്ടിൽ നിന്നും സിതാരയിൽ നിന്നും സിനോജ് അതിവൈകാരികമായ കുറിപ്പാണ് മമ്മൂട്ടി അന്ന് പങ്കുവെച്ചത്. എം ടിയുടെ വിയോഗത്തിൽ അന്ന് മരണാനന്തര ചടങ്ങുകൾക്കോ മരണത്തിനോ എം ടി അവസാനമായി ഒരു നോക്ക് കാണുവാനും മമ്മൂട്ടിക്ക് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ കോഴിക്കോട്ടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു മമ്മൂട്ടി. ഭാര്യ ഇപ്പോൾ വീടിനകത്ത് കുടുംബാംഗങ്ങളുമായി മമ്മൂട്ടി സംസാരിക്കുകയാണ്. രമേശ് പിഷാരടിയും അടുത്തുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുൻപ് പലതവണ എം ഡിയുടെ കുടുംബവുമായി അദ്ദേഹം നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്ത ഒരാളാണ്. കുടുംബത്തിലൊരു അംഗത്തെ പോലെയായിരുന്നു മമ്മൂട്ടി എന്ന് മകൾ അശ്വതി തന്നെ ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് മുൻപ് കഴിഞ്ഞ ജൂലൈ 15 എം ഡിയുടെ ബർത്ത്ഡേക്ക്, അതായത് മനോരഥങ്ങൾ എന്ന എം ഡിയുടെ ഏറ്റവും ഒടുവിലുള്ള പുറത്തിറങ്ങിയ ആന്തോളജി, ആ സിനിമ സീരീസിൻ്റെ ട്രെയിലർ റിലീസിൻ്റെ ആ സമയത്താണ്, അന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് എം ഡി കാൽനടറി വീടാൻ വേണ്ടി പോകുന്ന സമയത്ത് മമ്മൂട്ടിയാണ് പിടിച്ചത്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ അന്ന് പുറത്തു വന്നേറെ ചർച്ചയായതാണ്. ആ വൈകാരിക ബന്ധം എന്നും എം ഡിയും മമ്മൂട്ടിയും കാത്തു സൂക്ഷിച്ചിരുന്നു. പക്ഷേ എം ഡി ഇവിടെ വാങ്ങിയ നേരത്ത് മമ്മൂട്ടിക്ക് ഇവിടെ വീട്ടിലെത്താനോ അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ നേരിട്ട് സാധിച്ചിരുന്നില്ല. അദ്ദേഹം അസർബൈജാനിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഇവിടേക്ക് വരാനും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് തിരികെ എത്തിയ ഉടനെ എം ഡിയുടെ വീട്ടിലെത്തുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. ഇന്നലെയാണ് നാട്ടിൽ തിരികെ എത്തിയത്. ഇന്ന് നേരെ കോഴിക്കോട്ടേക്ക് എത്തുകയും എം ഡിയുടെ വീട്ടിലെത്തുകയും കുടുംബാംഗങ്ങളെ നേരിട്ട് കാണാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ മമ്മൂട്ടിയും ഒപ്പം പിഷാരടിയും കൂടെ ഒരുമിച്ച് എം ഡിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ കരിയറിൽ നിർണായകമായ നിരവധി വേഷങ്ങൾ നൽകിയ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു എം ഡി. അതുകൊണ്ട് തന്നെ അവർക്ക് അത്രമേൽ ഒരു അടുപ്പമുണ്ടായിരുന്നു. സിനിമയ്ക്കപ്പുറം അവർക്ക് ഒരു കുടുംബപരമായ ഒരു ബന്ധം കൂടി ഉണ്ടായിരുന്നുവെന്ന് എം ഡിയുടെ കുടുംബാംഗങ്ങൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഒരു വൈകാരികമായ കൂടിക്കാഴ്ചകൾ കൂടിയാണ്. കാരണം എം ഡിയെ സംബന്ധിച്ചും മമ്മൂട്ടിയെ സംബന്ധിച്ചും അവരുടെ കരിയറിലെ കഥയും തിരക്കഥയും രചിച്ച വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണല്ലോ നമ്മൾ ഇന്ന് കാണുന്ന നമുക്ക് ഇത്രയും ഇഷ്ടമുള്ള ഒരു മമ്മൂട്ടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്രയും അധികം അദ്ദേഹത്തിൻ്റെ കരിയറിലായാലും ജീവിതത്തിലായാലും ഉയർച്ചകളിലേക്കുള്ള പടവുകൾ ചൂണ്ടിക്കാട്ടിക്കൊടുത്ത വ്യക്തിയാണ് എം ടി എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടത്. ഏറ്റവും ഒടുവിൽ ഒരു പൊതുപരിപാടിയിൽ എം ടി വാസുദേവൻ നായരെ നമ്മൾ കാണുമ്പോൾ ആ അവസാന ദൃശ്യം നമ്മൾ കാണുന്നത് മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന എം ടി വാസുദേവൻ നായരെയാണ്. അത്രമാൽ ഹൃദയഹാരിയായ ആത്മബന്ധമുള്ള രണ്ടുപേർ. അങ്ങനെയായിരുന്നില്ലേ സിനോജ്, എം ടിയും മമ്മൂട്ടിയും? തീർച്ചയായും അങ്ങനെയായിരുന്നു. എല്ലാ ചിത്രങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന നിരവധി ചിത്രങ്ങളിലെ എം ഡിയുടെ ചിത്രങ്ങളിലെ നായകനായിരുന്നു മമ്മൂട്ടി. വടക്കൻ വീരഗാഥി ആയിക്കോട്ടെ, പഴശ്ശിരാജ ആയിക്കോട്ടെ, അങ്ങനെ നിരവധി ജനപ്രിയ ചിത്രങ്ങൾ വരെ എം ഡിയുടെയും മമ്മൂട്ടിയുടെയും കൂട്ടുകെട്ടിൽ ഇവിടെ പിറന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ മലയാള സിനിമാ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. അത്രയധികം കലർന്ന രണ്ട് വ്യക്തികളായിരുന്നു മമ്മൂട്ടിയും എം ഡിയും എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അശ്വതി പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടി ഞങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെയായിരുന്നു, വീട്ടിലെ സ്വകാര്യ ചടങ്ങുകളിൽ വരെ മമ്മൂട്ടി വരാറുണ്ടായിരുന്നുവെന്ന് ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു തവണ എം ഡി പറഞ്ഞിട്ടുണ്ടെന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. അദ്ദേഹം സംഭാഷണങ്ങൾ എഴുതുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ അത് മനസ്സിൽ ആലോചിക്കാറുണ്ടായിരുന്നുവെന്ന്. അത്രയധികം ആ എഴുതുന്ന വേളയിൽ പോലും എം ഡി മമ്മൂട്ടിയെ ആലോചിച്ച് മമ്മൂട്ടി ഇതെങ്ങനെ ഈ ഡയലോഗ് പറയും, ഏത് ശബ്ദത്തിൽ പറയും, ഏത് ടോണിൽ പറയും എന്ന് ആലോചിച്ചുകൊണ്ടാണ് തിരക്കഥയൊക്കെ എഴുതിയിരുന്നത്. അത്രമേൽ ഒരു ഹൃദയബന്ധവും മാനസിക അടുപ്പുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതാൻ കഴിയുള്ളൂ. അങ്ങനെ അത്രയും